ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് നമ്മൾ വാട്സപ്പിലുള്ള ഒരു സ്റ്റാറ്റസിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ചില സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വാട്സപ്പിൽ ഡെയിലി നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട് അല്ലേ? ആ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് മാത്രമായിട്ട്, അതായത് നമ്മുടെ കോൺടാക്ട്സിൽ കുറേ ആളുകളുണ്ട് വാട്സപ്പ് കോൺടാക്റ്റിൽ, പക്ഷേ ചില വ്യക്തികൾക്ക് മാത്രമായിട്ട് കാണുന്ന രീതിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത്, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അത് പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. ചില ആളുകൾ എപ്പോഴും ഡൗട്ട് ചോദിക്കുന്നതാണ് ഈ സ്റ്റാറ്റസ്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് കുറേ ഫ്രണ്ട്സ് നമുക്കുണ്ട് അല്ലേ വാട്സപ്പിൽ. ഈ ഫ്രണ്ട്സുകളിൽ നമുക്ക് ചില വ്യക്തികൾക്ക് മാത്രമായിട്ട് വാട്സപ്പ് കാണുന്ന രീതിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? പ്രൈവസി, അവിടെ ബ്ലോക്ക് കോൺടാക്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പ്രൈവസി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക. അപ്പൊ പ്രൈവസി നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ കാണാം സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, ആ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. സ്റ്റാറ്റസ് പ്രൈവസിയിൽ ഹൂ ക്യാൻ സീ മൈ കോൺടാക്ട്സ്, സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നതിൽ മൈ കോൺടാക്ട്സിലാണ് ഇപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് നിൽക്കുന്നത്. ഇവിടെ താഴേക്ക് മൈ കോൺടാക്ട്സിൽ എക്സ്ക്ലൂഡഡ് കാണിക്കുന്നുണ്ട്, 0 ആണ് കാണിക്കുന്നത്. അതിന് തൊട്ട താഴെ ഓൺലി ഷെയർ വിത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ 3 ഓപ്ഷൻസ്. അപ്പൊ നമുക്കിവിടെ മൈ കോൺടാക്ട്സിൽ എക്സ്ക്ലൂഡഡ് കാണിക്കാം. എക്സ്ക്ലൂഡഡ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോൺടാക്ട്സ് ആണ് നമുക്ക് വാട്സപ്പിലുള്ളത്. ഇതിൽ നമുക്ക് ആരെങ്കിലും കുറച്ച് പേരെ മാത്രം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെല്ലാമാണോ ഒഴിവാക്കേണ്ടത് അവരുടെ പേരിന്റെ നേരെ നമുക്ക് ആ ടിക്ക് ഒന്ന് ചെയ്തു വെക്കാം. ഇവിടെ ഞാൻ കുറച്ച് പേരെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ അവർക്ക് മാത്രം കാണണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്തു വെക്കാൻ സാധിക്കും. 1, 2, 5 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ടിക്ക് ചെയ്ത് വെച്ചിട്ട് താഴെ നമുക്ക് ആ ഒരു ടിക്ക് മാർക്ക് കാണുന്നില്ലേ, ഏറ്റവും താഴെയുള്ള ആ ടിക്ക് മാർക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരെയാണോ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് അവരെ നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാറ്റസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അതിന്റെ തൊട്ട് താഴെ ഓൺലി ഷെയർ, അതായത് ഇവർക്ക് മാത്രം കാണുന്ന രീതിയിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ 4-5 വ്യക്തികൾക്ക് മാത്രം, അതായത് നമ്മുടെ വാട്സപ്പ് കോൺടാക്റ്റിൽ 100 കണക്കിന് ആൾക്കാരുണ്ടാവും, അതിൽ ഒരു വ്യക്തിക്ക് മാത്രം കാണുന്നത്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് മാത്രം കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരു 4-5 ആൾക്ക് കാണുന്ന രീതിയിൽ മാത്രം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഓൺലി ഷെയർ വിത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഏറ്റവും താഴെയുള്ള ആ വലിയ ടിക്ക് കാണുന്നില്ലേ, അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് വേണം എങ്കിൽ മാത്രം അവർക്ക് കാണാൻ, നിങ്ങൾക്ക് ഡിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് മാത്രം കാണുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 4-5 പേർക്ക് കാണുന്ന രീതിയിൽ ചെയ്യാം. ഈ 3 ഓപ്ഷൻസ് വളരെ യൂസ്ഫുൾ ആണ്. മൈ കോൺടാക്ട്സിലാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് ചില പ്രത്യേക വ്യക്തികൾക്ക് മാത്രം കാണണമെങ്കിൽ നമുക്ക് ഈ ഓൺലി ഷെയർ വിത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ തൊട്ട മുകളിലുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇത് പലർക്കും അറിയാത്ത ഓപ്ഷനാണ്, അപ്പൊ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക.